بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നതും ചോദ്യങ്ങൾ ചോദിച്ചതും ആയി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ കിതാബുകളിൽ ജുംലതൻ വ തഫ്സീല, നമ്മൾ ജുംലയായിക്കൊണ്ടും തഫ്സീലായിക്കൊണ്ടും വിശ്വസിക്കുന്നു. ജുംലതൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കിതാബുകൾ അമ്പിയാക്കളിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവയുടെ പേരുകൾ നമുക്കറിയില്ലായിരിക്കാം, പക്ഷേ നമ്മളതിൽ വിശ്വസിക്കുന്നു. നമുക്കതറിയില്ലെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതാണെന്നും എല്ലാം നമ്മൾ വിശ്വസിക്കുന്നു. തഫ്സീലൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ, അതായത് പേര് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ, ഖുർആൻ, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, സുഹഫ് ഇബ്രാഹിം എന്നിങ്ങനെ പേര് പറഞ്ഞതും അറിയിച്ചു തന്നതുമായ കാര്യങ്ങൾ, അത് അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആരൊക്കെയാണ് രണ്ടാമത്തെ ഹദീസ് ഹിഫ്ള് ചെയ്യാൻ ശ്രമിച്ചത്? അല്ലാഹു മുബാരക്. വേറെ ആൾ ഒന്നാമത്തെ ഹദീസ് കേൾപ്പിച്ചതല്ലേ? കേൾപ്പിച്ചോ? രണ്ടാമത്തെ ഹദീസ് ഹിഫ്ള് ചെയ്യാൻ ശ്രമിച്ചോ എന്നുള്ളതാണ് ചോദ്യം. ഹിഫ്ള് ചെയ്യൽ വേറെ ചെയ്തോ, എന്നിട്ട് അവിടെ വരെ എത്തി. طيب بس نحن جلوس عند رسول الله صلى الله عليه وسلم ذات يوم ഒരു മനുഷ്യൻ അയ്യോ أثر ولا منا أحد فأسند أيوة كفيه على فخذيه وقال يا محمد عن الإسلام. طيب അതിൽ ووضع كفيه على فخذيه, ഇതിൽ അല്ലാഹു അല ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയും, അദ്ദേഹത്തിൻ്റെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ തന്നെ തുടയിൽ കൈവച്ചു, അതായത് ഒതുങ്ങി വിനീതനായി ഇരുന്നു. ഈ ഹദീസിൽ പഠിക്കാനുള്ള ഒരു പാഠമാണെന്ത്? ഇൽമിൻ്റെ സദസ്സിലേക്ക് വരുമ്പോൾ നല്ല രൂപത്തിൽ വരിക എന്നത്, വിനയം കാണിക്കുക എന്നത് ഒക്കെ എന്താണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങളാണ്. ത്വയ്യിബ്, അങ്ങനെ കിതാബിൻ്റെ കാര്യം കഴിഞ്ഞു. അടുത്തെന്താണ്? റസൂലുമാരിലുള്ള വിശ്വാസമാണ്. റസൂലുമാരിൽ നമ്മൾ വിശ്വസിക്കുകയാണ് ജുംലത്തൻ വ തഫ്സീല. മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്, ഒരുപാട് നബിമാരെ അയച്ചിട്ടുണ്ട്, ഒരുപാട് ദൂതന്മാരെ അയച്ചിട്ടുണ്ട്, നബിമാരെ അയച്ചിട്ടുണ്ട്. അവരെല്ലാവരിലും നമ്മൾ വിശ്വസിക്കുന്നു, പേരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും. ചില സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഒരു നബി അങ്ങനെ ഉണ്ടായി, ഒരു നബിക്ക് അങ്ങനെ ഉണ്ടായി. ചില സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചില നബിമാരുടെ പേര് പറഞ്ഞു തന്നിട്ടുണ്ട്. 25 നബിമാരും പേരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ പേര് പറഞ്ഞവരാകട്ടെ പറയാത്തവരാകട്ടെ, അവരെക്കുറിച്ചുള്ള സംഭവങ്ങൾ നമ്മൾ അറിയിക്കപ്പെട്ടവരാകട്ടെ അറിയിക്കപ്പെടാത്തവരാകട്ടെ, അള്ളാഹു ഒരുപാട് നബിമാരെ അയച്ചിട്ടുണ്ട്. ആ നബിമാരിൽ എല്ലാവരും നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. ചില നബിമാരുടെ പേരുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ചില നബിമാരുടെ സംഭവങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അതിലും നമ്മൾ വിശ്വസിക്കുന്നു.
നമ്മളെന്ത് ചെയ്യുന്നില്ല? ഒരാളിലും അവിശ്വസിക്കുന്നില്ല. لا نفرق بين أحد من رسله لا نفرق بين أحد من رسله. ഓർമ്മയില്ലേ? നമ്മൾ ഒരു അള്ളാഹിൻ്റെ റസൂലുമാരിൽ ഒരാൾ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? വേർതിരിവ് കാണിക്കുന്നില്ല. ശ്രേഷ്ഠതയുണ്ട്, പല നബിമാർക്കും പല ശ്രേഷ്ഠതയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരിൽ റസൂലുമാർക്ക് ശ്രേഷ്ഠത നൽകി. നബിമാരിൽ റസൂലുമാർക്ക് ശ്രേഷ്ഠത നൽകി. ഒന്നാമത്തെ റസൂൽ ആരാണ്? നൂഹ് അലൈഹിസ്സലാമാണ്. ഒന്നാമത്തെ റസൂൽ ആരാണ്? ഒന്നാമത്തെ നബി ആരാണ്? ആദം അലൈഹിസ്സലാമാണ്. അവസാനത്തെ നബി ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തെ റസൂൽ ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം ഒരു റസൂല് ഉണ്ട്, അതിനുശേഷം ഒരു നബി. അങ്ങനെ വരുമെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അവൻ ഇസ്ലാമിൽ നിന്നും പുറത്താണ്. ഈസാ അലൈഹിസ്സലാം ഇനി വരുമോ? വരും. ഒരു കഥാപാത്രം എന്നതുപോലെ വെറും ഒരു ഈസ എന്നുള്ള പേര് ശരിക്കുള്ള ഈസ അല്ല. അങ്ങനെയാണോ? അല്ല. ഈസാ അലൈഹിസ്സലാം മരണപ്പെട്ടോ? ഇല്ല. മനസ്സിലായോ? ചില ആളുകൾ ഇപ്പോൾ അതാണ് പറഞ്ഞു നടക്കുന്നത്. ചില ആളുകൾ പറയുന്നു ഈസാ അലൈഹിസ്സലാം മരണപ്പെട്ടു. ഖാദിയാനികളെ പോലെയുള്ള ഇപ്പോൾ പുതിയതായൊരു ടീം വന്നിട്ടുണ്ട്. അവർ വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇപ്പോൾ അവർ പറയുന്നത് എന്താണ്? ഈസാ അലൈഹിസ്സലാം എന്ന നബി വരികയില്ല, മറിച്ച് ഈസാ എന്ന് പറഞ്ഞ ഒരു സംഭവം ഒരാൾ വരും, അയാൾ ഞങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടരിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? തനിച്ച വിഡ്ഢിത്തമാണ്. ഈസാ അലൈഹിസ്സലാം മരണപ്പെട്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹിസ്സലാമിനെ എന്താണ് ചെയ്തത്? ബൽ റഫഅഹു അല്ലാഹു അദ്ദേഹത്തെ ഉയർത്തുകയാണ് ചെയ്തത്. വമാ ഖതലൂഹു വമാ സലബൂഹു, അവരദ്ദേഹത്തെ കൊന്നിട്ടില്ല, അവരദ്ദേഹത്തെ കുരിശിൽ തെച്ചിട്ടില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് സാദൃശ്യപ്പെടുകയാണ് ഉണ്ടായത്. വേറെ ആളാണ് അവർ ചെയ്തത്, അവർക്ക് സാദൃശ്യം തോന്നിയതാണ്. ബൽ റഫഅഹു അല്ലാഹു അദ്ദേഹത്തെ ഉയർത്തി. അപ്പോൾ അവർ പറയും വലമ്മാ തവഫൈതനി കുൻത അൻത റഖീബ അലൈഹിം, നീ എന്നെ ഏറ്റെടുത്തപ്പോൾ. തവഫ, അവർ ഈ വാക്ക് പിടിച്ചിട്ടാണ് പറയുന്നത് ഈസാ അലൈഹിസ്സലാം മരിച്ചു എന്ന്. ഫലമ്മാ തവഫൈതനി, നീ എന്നെ ഏറ്റെടുത്തപ്പോൾ നീയാണ് അവരുടെ മേൽ സാക്ഷിയായിട്ടുള്ളത്. അപ്പോൾ ഈസാ അലൈഹിസ്സലാം പറഞ്ഞ വാക്കാണിത്. തമാം. അപ്പോൾ ഈ ഖാദിയാനികളും അതുപോലെ തന്നെയുള്ള കുഫറിൻ്റെ ആളുകൾ എന്താണ് പറയുന്നത്? ഈസാ അലൈഹിസ്സലാം മരിച്ചുപോയി. തവഫ എന്ന പദത്തിന് എന്താണ്? മരിപ്പിച്ചു എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു. അപ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വേറെ ആയത്ത് എന്താണ്? അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, അല്ലാഹു ആത്മാവുകളെ മരണത്തിൻ്റെ സമയത്ത് പിടിച്ചേറ്റെടുക്കുന്നു, അതായത് പിടിച്ചെടുക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ് വല്ലത്തി ലം തമുത്, മരിക്കാത്തവരോ ഫീ മനാമിഹ, അവരുടെ ഉറക്കത്തിൽ അതിനെ പിടിച്ചെടുക്കുന്നു. മനസ്സിലായോ? മരിക്കാത്തവർ, അതായത് നമുക്കൊന്ന് ഉറങ്ങാൻ പോവാണ്, നമ്മൾ മരിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആത്മാവുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഏറ്റെടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അതുപോലെ ഈസാ അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുണ്ട്. ആ ഏറ്റെടുക്കലിൻ്റെ അർത്ഥം മരിച്ചു എന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയാണ് വല്ലത്തി ലം തമുത്, മരിക്കാത്തവരുടെ ആത്മാവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നു? ഉറക്കത്തിൽ ഏറ്റെടുക്കുന്നു. അപ്പോൾ തവഫ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തല്ല? മരിപ്പിച്ചു എന്നല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലത്തി ലം തമുത്ത് എന്ന് പറയൂലല്ലോ. മനസ്സിലായോ? അപ്പോൾ ഈസാ അലൈഹിസ്സലാം എന്താണ്? മരണപ്പെട്ടിട്ടില്ല. ഈസാ അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നു. അദ്ദേഹം രണ്ടാമത്തെ ആകാശത്തിലാണ്. അദ്ദേഹം ഡമസ്കസിൽ 2 വെള്ളമിനാരങ്ങളുടെ ഇടയിലായി
അല്ലെങ്കിൽ ഡമസ്കസിലെ വെള്ളമിനാരത്തിനടുത്ത് 2 മലക്കുകളുടെ ചിറകുകൾക്കിടയിൽ കൈവച്ചുകൊണ്ട്, ചിറകിന്മേൽ കൈവച്ചുകൊണ്ട് അവക്കിടയിലായി അദ്ദേഹം ഇറങ്ങും. ഇത് ആലങ്കാരികമായി പറഞ്ഞതല്ല, അങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അദ്ദേഹം വരും, പന്നികളെ കൊല്ലും, കുരിശ് തകർക്കും. എവിടെ ഇവരുടെ ഈസ വന്നിട്ട് എന്താ ഉണ്ടായത്? വല്ലതും നടന്നോ? ഒന്നും നടന്നിട്ടില്ല. ഒളിച്ചിരിക്കുകയാണ്. നേരിട്ട് ആൾക്കാരെ മുന്നിലേക്ക് വരാനുള്ള ധൈര്യം പോലും ഇല്ല. അങ്ങനെയല്ല ഈസ അലൈഹിസ്സലാം. ഈസ അലൈഹിസ്സലാം ധൈര്യമുള്ള ആളാണ്. ഇവർ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ, പ്രൊട്ടക്റ്റഡ് ഇതിനുള്ളിൽ അങ്ങനെ വലയം തീർത്ത് ഒരുപാട് കടമ്പകൾ കഴിഞ്ഞ് വിശ്വാസമുള്ളവനാണ് എന്നൊക്കെ അറിഞ്ഞ് തിരിഞ്ഞ്, അതായത് അവനിൽ വിശ്വസിക്കുന്നവനാണെന്നൊക്കെ അറിഞ്ഞ് അവനെ ചിലപ്പോൾ കാണിച്ചു കൊടുത്താലായി. അതായത് പേടിച്ചിരിക്കുകയാണ്. ഈസാ അലൈഹി സ്വലാം എന്തല്ല, അങ്ങനെയുള്ള ഒരാളല്ല. ഈസാ അലൈഹി സ്വലാം ദജ്ജാൽ എന്ന ഏറ്റവും വലിയ ഫിത്നയെ എന്ത് ചെയ്യും? കൊന്നുകളയും. കുന്തം കൊണ്ട് കൊന്നുകളയും. ആ ചോര അതും വരാവും. ഈസാ അലൈഹി സ്വലാം ദജ്ജാലിനോട് പറയും, നിനക്കൊരു കുത്ത് എൻ്റെന്ന് ഉള്ളതാണ്. ഈസാ അലൈഹി സ്വലാം കുത്തിയില്ലെങ്കിൽ പോലും ദജ്ജാൽ എന്താവും? ചത്തുപോകും. അവൻ ചത്തുപോകും. പക്ഷേ ഈസാ അലൈഹി സ്വലാം എന്ത് ചെയ്യും? പോയിട്ട് കുന്തം കൊണ്ടൊരു കുത്തും. അപ്പോൾ ഈ ഈസ അലൈഹിസ്സലാം. തയ്യിബ് യാ ഇഖ്വാൻ, ഞാൻ പറഞ്ഞു വന്നത് അമ്പിയാക്കളിലുള്ള വിശ്വാസത്തിൽ പെട്ടതാണ് എന്ത്? ഇനിയൊരു നബി ഇല്ല എന്നുള്ളത്. ഇനിയൊരു നബി ഇല്ല എന്നുള്ളത്. അതിനി ആരെങ്കിലും അതുമായി വാദിച്ചു വന്നാൽ അവൻ ആരാണ്? അവൻ കള്ളനാണ്, ദജ്ജാലാണ്. വലിയ ദജ്ജാലല്ലെങ്കിലും ചെറിയ ദജ്ജാലുകളാണ്. അപ്പോൾ അമ്പിയാക്കളിലുള്ള വിശ്വാസത്തിൽ നമ്മൾ പറഞ്ഞു, പ്രവാചകന്മാർക്ക് ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ അവർ പല തട്ടിലാണ്. നബിമാരെക്കാൾ ശ്രേഷ്ഠനാണ് ആര്? അല്ലെങ്കിൽ നബിമാരിൽ ശ്രേഷ്ഠനാണ് ആര്? റസൂലുമാർ. റസൂലുമാരിൽ ശ്രേഷ്ഠരാണ് ഉലുൽ അസ്ം. ആരാണ് ഉലുൽ അസ്ം? ഉലുൽ അസ്ം ആരാണെന്നാണ് നമുക്ക് മനസ്സിലായത്, അറിഞ്ഞത്. ആരൊക്കെയാണ് ഉലുൽ അസ്ം? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം. ഇവരാണ് ആര്? ഉലുൽ അസ്ം. 5 റസൂലുമാർ. ഇവരാണ് റസൂലുമാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ 5 ആളുകൾ. അവരതിന് മാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ട്, അതിന് മാത്രം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. നൂഹ് അലൈഹിസ്സലാം 950 വർഷത്തോളം ദഅവത്ത് നടത്തിയിട്ടുണ്ട്. തയ്യിബ്, പറഞ്ഞു വന്നത് അവർ ഉലുൽ അസ്ം. ഉലുൽ അസ്മിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അമ്പിയാക്കളിൽ ശ്രേഷ്ഠർ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെക്കാൾ എന്തുകൊണ്ട് ശ്രേഷ്ഠരാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അന സയ്യിദു വലദി ആദം. ആദം സന്തതികളുടെ നേതാവാണ് ആര്? ഞാനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളുമായി നടത്തിയ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഖലീലായി തിരഞ്ഞെടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഖലീലായി തിരഞ്ഞെടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തതാണ്. അള്ളാഹുവിൻ്റെ ഖലീലാണ് ആര്? ഇബ്രാഹിം അലൈഹിസ്സലാം. അവരുടെ ജീവിതത്തിലെ സംഭവങ്ങൾ, കാര്യങ്ങൾ, വിഷയങ്ങൾ എല്ലാം നമ്മൾ അതുപോലെ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈമാൻ കാര്യങ്ങളിൽ പെട്ടത് അൽ യൗമുൽ ആഖിർ, അന്ത്യദിനത്തിലുള്ള വിശ്വാസം. അന്ത്യദിനത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ യൗമുൽ ഖിയാമയിലുള്ള വിശ്വാസം. അതല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള ജീവിതം, അതിലുള്ള വിശ്വാസം. ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവൻ മരണപ്പെടുന്നതോടുകൂടി അവൻ്റെ ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞു. അവൻ്റെ ഖിയാമത്ത് എവിടെ തുടങ്ങി? മരണത്തോടുകൂടി തുടങ്ങി. കാരണം എന്താണ്? പിന്നെ അവനക്ക് ബർസഖാണ്, ഇതുവരെയുള്ള ജീവിതമല്ല. പിന്നെ അവനക്ക് മരണമുള്ള ലോകമല്ല ഉള്ളത്. മരണമില്ലാത്ത ലോകത്തിലേക്ക് അവൻ കടന്നു കഴിഞ്ഞു. ഒന്നുകിൽ സുഖങ്ങളിലൂടെ, അല്ലെങ്കിൽ കഷ്ടപ്പാടുകളും ശിക്ഷകളിലൂടെയും. ഇത് നമ്മൾ വിശ്വസിക്കുന്നു, അത് നടക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. മരണത്തോടുകൂടി അവസാനിക്കുകയില്ല, മറിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ
അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ യൗമുൽ ആഖിറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നടക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ജനങ്ങളെല്ലാവരും നഗ്നരായിക്കൊണ്ട്, നഗ്നപാതരായിക്കൊണ്ട്, ചേലാകർമ്മം ചെയ്യപ്പെടാതെ, നമ്മളൊക്കെ ഇപ്പോൾ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരാണ്, എന്നാൽ ഇനി ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായിക്കൊണ്ട് നമ്മൾ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അതുപോലെ തന്നെ അവരെ കൈയൊന്നുമില്ലാതെ ധനമില്ലാത്തവരായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു, നാം ആദ്യ സൃഷ്ടി തുടങ്ങിയതുപോലെ നാം മടക്കും എന്ന് പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ ഹൗദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹൗദുൽ കൗസർ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സ്വർഗത്തിലുള്ള നദിയാണ്. ഹൗദ് എന്നതോ അതിൻ്റെ തടാകമാണ്. അത് മഹ്ശറിലാണ്, മഹ്ശറിലുള്ള ഹൗദ്, അത് നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഷഫാഅത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ചെയ്യും. ഷഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട അഹ്ലുൽ കബാറിനുള്ളതാണത് ഷഫാഅത്ത്. അതുപോലെ സിറാത്ത്, അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. സിറാത്ത് അതെന്താണ്? അത് യാഥാർത്ഥ്യമാണ്. ചില ആളുകൾ എന്ത് ചെയ്തു? അത് നിഷേധിച്ചു. സ്വർഗം, നരകം ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നു. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അന്ത്യദിനത്തിലുള്ള വിശ്വാസത്തിൽപ്പെട്ടതാണ് ഖബർ ശിക്ഷയും ഖബറിലുള്ള സുഖ സൗകര്യങ്ങളും, ഖബറിലുള്ള ആസ്വാദനങ്ങളും ഖബറിലുള്ള ശിക്ഷയും. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇത് യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഖദറിലുള്ള വിശ്വാസം, ആറാമത്തെ വിശ്വാസം എന്താണ്? ഈമാൻ എന്താണ്? ഖദറിലുള്ള വിശ്വാസമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈമാനും ബിൽ ഖദർ, ഖദറിലുള്ള വിശ്വാസത്തിൽ വിശ്വസിക്കുന്നവരാണ്. വളരെ പ്രധാനമാണത്. വളരെ അപകടം പിടിച്ച എന്തെങ്കിലും അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും പ്രശ്നമാണ്. അതിനാൽ തന്നെ ഖദറിൽ നമ്മൾ വിശ്വസിക്കുന്നു. അല്ലാഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞത് അതവിടെ നമ്മൾ വിശ്വസിക്കുന്നു. ഖദറിനെ സംബന്ധിച്ചിടത്തോളം അലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ പറഞ്ഞത് അത് അള്ളാഹുവിൻ്റെ സിറാണ്, രഹസ്യമാണ്. ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? രഹസ്യമായി വെക്കും. ഖദർ എന്താണ്? ഖദർ അള്ളാഹുവിൻ്റെ ഇൽമുമായി ബന്ധപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ടതാണ്, അള്ളാഹു അവൻ്റെ എഴുത്തുമായി ബന്ധപ്പെട്ടതാണ്, കിതാബത്തുമായി ബന്ധപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ടതാണ്. ഇതിലൊന്നും നമുക്കൊരു ഇടപാടുള്ള കാര്യങ്ങളല്ല. നമ്മളെ ഏൽപ്പിക്കപ്പെട്ടത് നമ്മൾ ചെയ്യുക. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളെ ഏൽപ്പിക്കപ്പെട്ടത് നമ്മൾ ചെയ്യുക. അതല്ലാതെ നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളിൽ ചിന്തിക്കാൻ പോകൽ നമ്മൾക്ക് പാടുള്ളതല്ല. അതുപോലെ തന്നെ ഖദറിൽ വിശ്വസിക്കുമ്പോൾ 4 കാര്യങ്ങൾ എന്താണ് നമ്മൾ മനസ്സിലാക്കണം? ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമ്, അറിവ്. അത് എല്ലാത്തിനെയും വിശാലമായതാണ്. എല്ലാത്തിനെക്കുറിച്ചുള്ള അറിവും ആർക്കുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ഇൽമ് എന്നത് ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടായതല്ല. അള്ളാഹുവിൻ്റെ ഇൽമ് ഒരു ദിവസം പഠിച്ചു മനസ്സിലാക്കിയതല്ല. അള്ളാഹുവിൻ്റെ ഇൽമ് എന്നെന്നുമുള്ളതാണ്. അള്ളാഹുവിന് എല്ലാം എന്താണ്? അറിയാം, എന്നും അറിയാം. അതിനൊരു തുടക്കമില്ല. എന്തെങ്കിലും ഒരു കാര്യം നടന്നതിന് ശേഷമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാം. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നടക്കുന്നതിന് മുമ്പ് അറിയുന്നവനാണ്. ഒരു കാര്യം നടന്നില്ലെങ്കിൽ അത് നടന്നാൽ എങ്ങനെയായിരിക്കും എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാവുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിനെക്കുറിച്ചും അറിവുള്ളവനാണ്. ലാ യദില്ലു റബ്ബി വലാ യൻസ. എൻ്റെ റബ്ബിനൊരു വഴിവഴക്കുകയുമില്ല, ഒരു കാര്യത്തിൽ തെറ്റുപറ്റുകയില്ല, അതുപോലെ തന്നെ മറന്നു പോവുകയും ഇല്ല. സൂറത്ത് ത്വാഹയിലെ 52-ാമത്തെ ആയത്താണ് നേരത്തെ പറഞ്ഞത്. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അൽ ബഖറയിലെ 282-ാമത്തെ ആയത്താണ്. തയ്യിബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തത് അള്ളാഹുവിൻ്റെ ഇൽമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഖദറിനെ കുറിച്ച് പറയും. രണ്ടാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിരിക്കുന്നു? ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാത്തിൻ്റെയും വിധി നിർണയങ്ങൾ, യൗമുൽ ഖിയാമ വരെയുള്ള എല്ലാത്തിൻ്റെയും വിധികൾ ലൗഹുൽ മഹ്ഫൂദിൽ
രേഖപ്പെടുത്തിയിരിക്കുന്നു. വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഒരു വ്യക്തമായ ഗ്രന്ഥത്തിൽ നാം എന്ത് ചെയ്തിട്ടുണ്ട്? ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? നാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വലഖദ് കതബ്നാ ഫി സബൂരി മിൻ ബഅദി ദിക്രി. എന്താണ്? ദിക്റിന് ശേഷം നാം എന്ത് ചെയ്തു? സബൂറിൽ എഴുതി. സബൂർ എന്നത് എന്താണ്? അല്ലാഹു അലം, അല്ലാഹുൽ മഹ്ഫൂദ് ആണെന്ന് അശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു. അന്നൽ അർദ യരിദുഹാ ഇബാദിയ സ്വാലിഹൂൻ. എന്താണ് എഴുതിയത്? തീർച്ചയായും ഭൂമി എന്നത് എൻ്റെ സാലിഹ്യങ്ങളായ അടിമകൾ അത് അനന്തരമെടുക്കുന്നതാണ് എന്നത്. തയ്യിബ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാം എഴുതിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നല്ലാഹ ലമ്മ ഖലഖൽ ഖലമ ഖാല ലഹു ഉക്തുബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പേനയെ സൃഷ്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉക്തുബ്, നീ എഴുത്. പേനയോട് പറഞ്ഞു, നീ എഴുത്. ഖാല റബ്ബി വമാദാ അക്തുബ്. പേന പറഞ്ഞു, എൻ്റെ റബ്ബേ, ഞാൻ എന്താ എഴുതേണ്ടത്? ഖാല ഉക്തുബ് മാ ഹുവ കായിനുൻ. എന്തൊക്കെ നടക്കാനുണ്ടോ അതൊക്കെ എഴുത്. ഫജറ ഫീ തിൽക അസ്സാഅതി ബിമാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ. അപ്പം എന്ത് ചെയ്തു? അത് യൗമുൽ ഖിയാമ വരെയുള്ള എല്ലാ കാര്യങ്ങളും അത് രേഖപ്പെടുത്തി. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിരിക്കുന്നു? അവൻ്റെ ഇൽമ് അവൻ അറിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമുൽ ഖിയാമ വരെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മശീഅ, അവൻ്റെ ഉദ്ദേശത്തോടുകൂടിയല്ലാതെ ലോകത്തൊന്നും നടക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ഉദ്ദേശം, അള്ളാഹു ഉദ്ദേശിക്കാതെ ലോകത്ത് എന്ത് ചെയ്യുന്നില്ല? ഒന്നും തന്നെ നടക്കുന്നില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. തയ്യിബ്. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം അൽ ഖൽഖു, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നതും ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. നിങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെയും. അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അതുപോലെ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെയും സൃഷ്ടിച്ചതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാണ്. തയ്യിബ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. അതുപോലെ തന്നെ 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ ഖദറുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ 4 കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമുൽ ഖിയാമ വരെ നടക്കാനുള്ള സംഭവങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെ നടക്കുന്നുണ്ടോ ലോകത്ത് അത് അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം മാത്രമാണ്. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് കൊണ്ടാണ് അത് നടക്കുന്നത്. അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നവൻ. നന്മയും തിന്മയും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ആണ് എന്നുള്ള വിശ്വാസം. طيب يا اخواني الى هنا والله تعالى اعلم والحمد لله رب العالمين.